നമസ്കാരം. കേരളം ഇന്ന് നിൽക്കുന്നത് ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലാണ്. ഇത്രയും കാലം പിണറായി സർക്കാരിന്റെ വിശ്വസ്തരായിരുന്നവർ, സർക്കാരിന്റെ രഹസ്യ അറകൾ കാത്തു സൂക്ഷിച്ചവർ ഇന്ന് ഒന്നിനു പുറകെ ഒന്നായി വാതുറക്കുകയാണ്. വെറും വെളിപ്പെടുത്തലുകളല്ല, ഭരണസിരാ കേന്ദ്രത്തെ പിടിച്ചുലയ്ക്കുന്ന സത്യം വിളിച്ചു പറഞ്ഞ ബി അശോകിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പക്ഷേ സത്യത്തെ സസ്പെൻഡ് ചെയ്യാൻ ഭരണകൂടത്തിന് സാധിക്കുമോ? ബി അശോക്, ബിജു പ്രഭാകർ, ഇങ്ങനെ നീളുന്ന ആ നിര ഭരണം മാറുമ്പോൾ കാണാം എന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ കേരള ചരിത്രത്തിൽ നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവർക്ക് പറയാനുള്ളത്? കിഫ്ബി എന്ന വികസന മാതൃകയ്ക്ക് പിന്നിലെ അറപ്പുളവാക്കുന്ന സത്യങ്ങൾ എന്താണ്? 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് ഒരു IAS ഉദ്യോഗസ്ഥൻ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ വിശ്വസിച്ച നമ്പർ 1 കേരളം എവിടെ പോയി? പോസ്റ്റ് കാർഡിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഭരണകൂടത്തിന്റെ അടിത്തറയിളക്കുന്ന ചില പച്ചയായ സത്യങ്ങളെ കുറിച്ചാണ്. കാരണം ഇത് നിങ്ങളുടെ നികുതിപ്പണത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. തുടർഭരണം ഉണ്ടായാൽ അത് വ്യക്തികളിലും ഭരണകക്ഷികളിലും ഫാസിസ്റ്റ് മനോഭാവം ഉണ്ടാക്കുമെന്ന് തുറന്നടിച്ചത് മറ്റാരുമല്ല, സർക്കാരിന്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ബി അശോകാണ്. കേരള ശബ്ദത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനം ഈ സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധതയ്ക്കുള്ള തെളിവാണ്. വോട്ടർമാർ ജാഗ്രത പാലിക്കണമെന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഭരണകൂടത്തെ എത്രത്തോളം ഭയപ്പെടുത്തി എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന് ലഭിച്ച സസ്പെൻഷൻ. എന്നാൽ സത്യം പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത് വായടപ്പിക്കാം എന്ന് ഭരണകൂടത്തിന്റെ വ്യാമോഹം മാത്രമാണ്. ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്ന ഏകോപനം രണ്ടാം സർക്കാരിൽ ഇല്ലെന്നും എല്ലാം ഒരു കിച്ചൺ ക്യാബിനറ്റിലേക്ക് ചുരുങ്ങിയെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. നമ്മുടെ നികുതിപ്പണം എങ്ങോട്ടാണ് പോകുന്നത്? കിഫ്ബി എന്നത് വികസനത്തിനുള്ള ഏജൻസിയാണോ അതോ സർക്കാരിനെ ബ്രാൻഡ് ചെയ്യാനുള്ള PR ഏജൻസിയാണോ? അന്താരാഷ്ട്ര വിപണിയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് കൂട്ടാനെന്ന വ്യാജേന 130 കോടി രൂപയാണ് കടം വാങ്ങിയ പണത്തിൽ നിന്ന് പരസ്യത്തിനായി ചിലവാക്കിയത്. അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികളെ കാണിക്കാൻ കേരളത്തിലെ പ്രാദേശിക പത്രങ്ങളിൽ പരസ്യം നൽകുന്നതിലെ എന്താണ്? ഇത് കേവലം അഴിമതിയല്ല, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പകൽക്കൊള്ളയാണ്. KM എബ്രഹാം എന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച് ഒരു സമാന്തര സർക്കാർ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് ബി അശോക് വെളിപ്പെടുത്തുമ്പോൾ ജനാധിപത്യം ഇവിടെ എവിടെയാണ്? മറ്റൊരു പ്രമുഖ ഉദ്യോഗസ്ഥനായ ബിജു പ്രഭാകർ തന്റെ നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തകത്തിലൂടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിഭീകരമാണ്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീരിന് പിന്നിൽ ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്ന് ഒരു IAS ഉദ്യോഗസ്ഥൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ നമ്മൾ അറിയാതെ തന്നെ സംസ്ഥാനത്ത് പലതവണ പവർ കട്ടുകൾ ഏർപ്പെടുത്തിയെന്നും കേരളം നമ്പർ 1 ആണെന്ന് വിശ്വസിക്കുന്ന നാം വെറും അടിമകളാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് ഈ സർക്കാരിന് ഇനി വരാനുണ്ടോ? സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ വെടിപൊട്ടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുൻ വൈദ്യുതി മന്ത്രി AK ബാലൻ തന്നെ റെഗുലേറ്ററി കമ്മീഷനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. ലാഭകരമായ ദീർഘകാല വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയതിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 5 രൂപയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ 8 രൂപയിലധികം നൽകേണ്ടി വരുന്നു. ആർക്ക് വേണ്ടിയാണ് ഈ കരാറുകൾ റദ്ദാക്കിയത്? ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കമ്മീഷൻ അംഗങ്ങളെ നിയമിച്ചത് ഈ സർക്കാർ തന്നെയല്ലേ? സ്വന്തം പാളിച്ചകൾ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് AK ബാലൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാത്രം ശബ്ദമുയർത്തുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. കപ്പൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ എലികൾ ആദ്യം ചാടും എന്ന് പറയുന്നത് പോലെ ഈ ഭരണത്തിന്റെ അന്ത്യം അടുത്തു എന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി കഴിഞ്ഞു. അടുത്ത സർക്കാർ വരുമ്പോൾ ഈ സസ്പെൻഷനുകൾ റദ്ദാക്കപ്പെടുമെന്നും സത്യം പുറത്തു വരുമെന്നും ബി അശോക് വിശ്വസിക്കുന്നു. ഇത് വെറുമൊരു ഉദ്യോഗസ്ഥ പ്രക്ഷോഭമല്ല, മറിച്ച് കേരളം ആഗ്രഹിക്കുന്ന മാറ്റത്തിന്റെ കാഹളമാണ്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വെറും ഉദ്യോഗസ്ഥ തലത്തിലെ തർക്കങ്ങളല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട ബ്യൂറോക്രസി പോലും ഈ ഭരണകൂടത്തിന് കീഴിൽ എത്രത്തോളം ശ്വാസം മുട്ടുന്നു എന്നതിന്റെ പച്ചയായ തെളിവുകളാണ്. ബി അശോകിനെ പോലെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അടുത്ത സർക്കാർ വരുമ്പോൾ സസ്പെൻഷൻ മാറും എന്ന് പരസ്യമായി പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല, മറിച്ച് നിലവിലെ വ്യവസ്ഥിതിയോടുള്ള അങ്ങേയറ്റത്തെ അമർഷം കൊണ്ടാണ്. കപ്പൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ അതിലെ ജീവനക്കാർ ആദ്യം പുറത്തേക്ക് ചാടും
എന്ന് പറയാറുണ്ട്. കേരള ഭരണം എന്ന ഈ കപ്പലിന്റെ അവസ്ഥയും ഇന്ന് മറ്റൊന്നല്ല. ഭരണത്തിന്റെ തണലിലിരുന്ന് ഇത്രയും കാലം എല്ലാം ആസ്വദിച്ചവർ പോലും ഇപ്പോൾ പടിയിറങ്ങുന്നത് ഈ സർക്കാരിന്റെ ആയുസ് തീരാറായെന്ന വലിയ തിരിച്ചറിവിലാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ്. ഈ 130 കോടിയുടെ പരസ്യധൂർത്തും വൈദ്യുതി കരാറുകളിലെ അഴിമതിയും പ്രളയം വരുത്തിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും ആരെയാണ് ബാധിച്ചത്? അത് നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണക്കാരെ തന്നെയാണ്. നമ്മുടെ നികുതിപ്പണം ഇവിടെ പുകയായി മാറുകയാണ്. വികസനത്തിന്റെ തിളങ്ങുന്ന പരസ്യങ്ങൾക്കിടയിൽ ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാതെ വലയുന്ന സ്കൂൾ അധ്യാപകരും, ശമ്പളമില്ലാത്ത KSRTC ജീവനക്കാരും, മരുന്നില്ലാത്ത സർക്കാർ ആശുപത്രികളും നമ്മുടെ കൺമുന്നിലുണ്ട്. ഈ ഉദ്യോഗസ്ഥർ ഉയർത്തുന്ന ഓരോ ചോദ്യവും ഓരോ ബോംബുകളാണ്. ഇത് കേവലം അശോകിന്റെയോ ബിജു പ്രഭാകരന്റെയോ മാത്രം ശബ്ദമല്ല, മറിച്ച് ഭയപ്പെട്ട് വായടച്ചിരിക്കുന്ന നൂറുകണക്കിന് ഉദ്യോഗസ്ഥരുടെ വികാരമാണ്. സത്യം എത്ര മൂടി വെച്ചാലും അത് ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. ആ ദിവസത്തിന്റെ തുടക്കമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അശോകന്റെ നിലപാടാണോ അതോ സർക്കാരിന്റെ സസ്പെൻഷനാണോ ശരിയായ നടപടി?